ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ വെജ് മിക്സ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ദേ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ച ഗ്രീൻ പീസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് സവോളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മളിനി അടുത്തത് ചേർക്കേണ്ടത് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് അധികം വൈകാതെ തന്നെ നമ്മൾ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ ചെറിയ 2 പച്ചമുളക് ഞാനിവിടെ ചേർത്തേക്കുന്നത്. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് നമ്മൾ എരിവ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 2 ചെറിയൊരു പച്ചമുളക് ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളത് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ആ സവോളയൊക്കെ ഒരു ഗോൾഡൻ നിറമാവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ നിറമൊക്കെ ആയി തുടങ്ങി. ഇനി ഞാൻ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തു. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം മൂക്കുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി പൊടികൾ മൂത്ത് വരുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തെയും ഒന്നിച്ചാക്കി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ പൊടികളുടെ പച്ചമണം മാറണം. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതേ ഏകദേശം പാകമായി. ഇനി നമുക്ക് ഇതേ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ പീസ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇത്രയും നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് യോജിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. അത് മൊത്തം ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളത്. ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് അല്പം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് വേവണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് വെന്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാവുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഞ്ചാബി സ്റ്റൈൽ വെജ് മിക്സ് കറി.